Welcome back to another new episode of today's vlog. Today is the 8th episode belonging to the series all about Qatar. എൻ്റെ പിറകിൽ കാണുന്ന NMOQ അല്ലെങ്കിൽ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിൻ്റെ ഒരു റിവ്യൂ ആണ്, അല്ലെങ്കിൽ വാട്ട് ഐ സോ വെൻ ഐ വിസിറ്റഡ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ എന്നുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് 8th എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ പീസ് ഓഫ് ആർക്കിടെക്ചർ. It is designed by world-renowned architect named Jean Nouvel. He is a French architect. ആർക്കിടെക്ചർ മേഖലയിലെ നോബൽ പ്രൈസ് എന്ന് പറയാവുന്ന പ്രിറ്റ്സ്കർ പുരസ്കാരം നേടിയ ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് അദ്ദേഹം. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇറ്റ്സ് എ വെറൈറ്റി ആൻഡ് യുണീക്ക് ഷേപ്പ് ദാറ്റ് യു ക്യാൻ നെവർ ഫൈൻഡ് എനിവെയർ ഇൻ ദ വേൾഡ്. ഇത് ഡെസേർട്ടിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ കാണുന്ന ഡെസേർട്ട് റോസ് ക്രിസ്റ്റൽ എന്നൊരു കല്ലിൻ്റെ ഷേപ്പിലാണ്. അതിൻ്റെ ഷേപ്പിനെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മ്യൂസിയം ഓഫ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Free buggy rides are available to and fro from the museum to the car park and the metro stations. ടിക്കറ്റ് എടുക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുത്തെ നാഷണൽ ID ഉള്ളവർക്കെല്ലാം തികച്ചും ഫ്രീ ആയിട്ടുള്ള എൻട്രൻസ് ആണ്. അല്ലാത്തവർക്ക് 50 റിയാൽ പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കണം. എക്സ്കവേറ്റർ കയറി മുകളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ റിസീവ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ റിസപ്ഷനും ഒരു എലഗൻറ്റ് ഇൻറ്റീരിയറുമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും 2-3 ഗിഫ്റ്റ് ഷോപ്സ് ആൻഡ് സോവനിയർ ഷോപ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. $50 million അല്ലെങ്കിൽ 5 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദിസ് പാർട്ട് ഓഫ് അറേബ്യൻ പെനിൻസുലയായ ഖത്തറിൽ മറൈൻ ലൈഫിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസുകളാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അറേബ്യൻ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഇഴജന്തുക്കളുടെയും പക്ഷികളുടെയും നാൽക്കാലികളുടെ ഒരു സ്റ്റഫ്ഡ് വേർഷൻ ഓഫ് ഡിസ്പ്ലേ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദിസ് ഈസ് സപ്പോർട്ടഡ് ബൈ സൗണ്ട് എഫക്ട്സ് ആൻഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ സോ ദാറ്റ് ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കുവാനും ഇതിനെപ്പറ്റി പഠിക്കുവാനായിട്ടും കഴിയും. രണ്ടാമത് വരുന്ന സെക്ഷനിൽ നമുക്ക് സ്റ്റോണുകൾ കൊണ്ട് പണ്ട് കാലങ്ങളിൽ നൂറ്റാണ്ടുകൾ മുൻപേ ഉണ്ടാക്കിയ ദ ടൂൾസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺസ്. നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്റ്റോൺസിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 1800 തൊട്ട് 1900 പകുതി വരെ ദോഹയിൽ നടത്തിയ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് നടത്തിയ എക്സ്കവേഷൻസിൽ ലഭിച്ചിട്ടുള്ള പഴയ പോട്ടറിയും മറ്റുമാണ് ഈ കാണുന്നത്. സ്റ്റോൺ ടൂൾസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം നല്ല ഗ്ലാസ് ഫ്രെയിംസിലിട്ട് മനോഹരമായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പണ്ട് കാലത്ത് ഗ്രേവ് യാർഡ്സ് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സ്കെലിറ്റൻസും മെറ്റൽ വെപ്പൺസൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ എക്സ്കവേഷൻസിൽ കിട്ടിയ പോട്ടറി മെറ്റീരിയൽസ് എല്ലാം നല്ല ഗ്ലാസ് ഫ്രെയിമിൽ നല്ല ഫൈനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ട്രഡീഷണൽ വള്ളമായ ദോ ക്രൂയിസിൽ ഉപയോഗിച്ചിരുന്ന മെറ്റൽ ആങ്കറും വുഡൻ തുഴകളുമൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്തെ. ഖത്തറിൻ്റെ സീസണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഋതുക്കളുടെ മാറ്റങ്ങളുടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഇപ്പം കാണുവാനായിട്ട് സാധിക്കുന്നത്. അറബ് കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻ്റായ പാർട്ടായ ക്യാമൽ അല്ലെങ്കിൽ ഒട്ടകങ്ങളിൽ ഉപയോഗിക്കുന്ന
മെറ്റീരിയൽസും അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസും സ്റ്റോറേജ് എക്യുപ്മെൻറ്റ്സും അതിലുപയോഗിക്കുന്ന ഡെക്കറേഷൻസും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഖത്തറിലെ മൂവബിൾ അല്ലെങ്കിൽ അറബ് കൾച്ചറിൻ്റെ ഭാഗമായുള്ള മജ്ലിസുകൾ അല്ലെങ്കിൽ മൂവബിൾ ടെൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തറയിലും അതിൻ്റെ മേൽക്കൂരയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന റഗ്സ് അല്ലെങ്കിൽ തുണിത്തരങ്ങളുടെ ഒരു ഡിസ്പ്ലേ ആണ് അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഹാളിൽ അതിൻ്റെ ആക്സസറീസും കുക്കിംഗ് എക്യുപ്മെൻറ്റ്സും ഒക്കെ ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഖത്തർ ഹിസ്റ്ററിയുടെ ഒരു ഡിജിറ്റൽ എവിഡൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ഈ ഭിത്തിയിലൂടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദിസ് ഈസ് വാട്ട് ഡിഫറൻഷിയേറ്റ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ വിത്ത് അതർ മ്യൂസിയംസ് ഓൾ അറൗണ്ട് ദ വേൾഡ്. കുക്ക് ചെയ്യുവാൻ, ഡെസേർട്ടുകളിൽ കുക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുവാനൊക്കെ ഉപയോഗിച്ചിരുന്ന കെറ്റിലുകളും അനുബന്ധ ടൂൾസും അതിൻ്റെ തവൈകളും ഒക്കെയാണ് ഈ കാണുന്നതെങ്കിൽ തൊട്ടടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാസ്ക്കറ്റ്സ്, നെയ്തെടുക്കുന്ന ടൈപ്പ് ബാസ്ക്കറ്റ്സ് ആണ്. അറബ്സിൻ്റെ ഇഷ്ട വിനോദമായ ഫാൽക്കൺ ഹണ്ടിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ്, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഫാൽക്കൺ ഹണ്ടിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് അടുത്ത ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നെയ്ത്തുപകരണങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന നെയ്തെടുക്കുന്ന റഗ്സ് അല്ലെങ്കിൽ തുണിത്തരങ്ങളായാലും ആർട്ടുകളായാലും അല്ലെങ്കിൽ ഫാബ്രിക്സ് ആയാലും അതിൻ്റെ ഒരു നല്ല ഡിസ്പ്ലേ ഇവിടുത്തെ ഹിസ്റ്ററിയിൽ നിന്ന് ഇവർ എടുത്തു വച്ചിട്ടുണ്ട്. ഖത്തറിൻ്റെ ഹിസ്റ്ററി പറയുന്ന ധാരാളം വീഡിയോ പ്രസൻറ്റേഷൻസ് ഇതുപോലെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. പണ്ട് കാലത്തെ ഖത്തറിലെ വീടുകളുടെ പ്ലാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പ്രോട്ടോടൈപ്പും അതിനുപയോഗിച്ചിരുന്ന കല്ലുകളുടെ ഒരു ശേഖരണമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ പഴയകാല ഖത്തറി ഭവനങ്ങളിൽ അല്ല വീടുകളിലുണ്ടായിരുന്ന പോട്ടറിയും ക്രാഫ്റ്റ്സും ടൂൾസും പാത്രങ്ങളും വുഡൻ ആൻഡ് മെറ്റൽ ആൻഡ് പോട്ടറി എല്ലാത്തിൻ്റെ ഒരു റിമെയിൻസ് നന്നായിട്ടിവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മീൻപിടുത്തത്തിന് ഉപയോഗിച്ചിരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ദോ വള്ളങ്ങളുടെ മോഡലുകളും അതിലുപയോഗിച്ചിരുന്ന ടൂളുകളുടെ ഒരു ഡിസ്പ്ലേയുമാണ് ഈ കാണുന്നത്. പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ദോ ക്രൂയിസുകളുടെ കുറേ ഡിസ്പ്ലേകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ എവിഡൻസ് ആണ് നിങ്ങൾ സൈഡിലായിട്ട് കാണുന്ന വാൾസിലുള്ള ഹ്യൂജ് LED ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻസിൻ്റെയും ആഭരണങ്ങളുടെയും സ്പോർട്സിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്തിങ്സിൻ്റെ ഒരു കളക്ഷനാണ് അടുത്തതായിട്ട് നാം കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ലോട്ട് ഓഫ് ഗോൾഡൻ ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ഓർണമെൻറ്റ്സ് ബീങ് യൂസ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
പല കാലഘട്ടങ്ങളിലായി മാറി മാറി വന്ന ഫാബ്രിക്കുകളുടെ ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നയൻറ്റീൻ ഹൺഡ്രഡ്സിലെ ഓയിൽ ഇൻവെൻഷന് മുൻപ് വരെ ഖത്തറിലെ പ്രമുഖ എക്സ്പോർട്ടിംഗ് ഐറ്റമായിരുന്ന പേൾ അല്ലെങ്കിൽ മുത്ത്, പവിഴമുത്ത് അല്ലെങ്കിൽ പവിഴപ്പുറ്റിൽ നിന്നുണ്ടാകുന്ന മുത്തുകളായിരുന്നു ഇവിടുത്തെ എക്സ്പോർട്ടിംഗ് ഐറ്റം. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേൾസിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നതും. അതിൻ്റെ പ്രോസസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ആൻഡ് സീവ്സ്, അതിൽ നിന്നുണ്ടാക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർണമെൻറ്റ്സ് എല്ലാം ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷം ബാഴ്സ പേൾസ് അല്ലെങ്കിൽ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സിംഗിൾ കാർപ്പറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മെയ്ഡ് ഇൻ ഇന്ത്യ, ദിസ് ഈസ് മെയ്ഡ് ഇൻ ബറോഡ. നമ്മുടെ ഇന്ത്യയിലെ ബറോഡയിൽ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉണ്ടാക്കിയ ഒരു കാർപ്പറ്റ് ഫുള്ളി മെയ്ഡപ്പ് ഓഫ് പേൾസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ സ്യൂം വ്യൂവിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, ദർ ഈസ് നോ ഫാബ്രിക് ഇൻ ദിസ് വൺ. ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ദിസ് ഈസ് ഫുള്ളി മെയ്ഡപ്പ് ഓഫ് പേൾസ് അല്ലെങ്കിൽ മുത്തുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പല ടൈപ്സിലുള്ള കിരീടങ്ങളുടെ ഒരു ഡിസ്പ്ലേ ആണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. അറബ് കൾച്ചറിൻ്റെ പ്രധാന പാർട്ടുകളായ സ്പോർട്സ് അല്ലെങ്കിൽ വാളുകളുടെ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേ ഫുള്ളായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മൾ നടന്നു വന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു സൈഡിലായിട്ട് ഇവിടുത്തെ കൾച്ചറിൽ ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗൺസ്, തോക്കുകളുടെ ഒരു വലിയ ഡിസ്പ്ലേ ഇവിടുത്തെ ഭിത്തിയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കുന്നു. അറേബ്യൻ പെനിൻസുലയിലുള്ള ഡിഫറെൻറ്റ് ഇറാസിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നൂറ്റാണ്ടുകളിലുള്ള മാപ്പുകളുടെ പ്രദർശനവും ഇവിടെയുണ്ട്. ഇവിടുത്തെ ആദ്യകാല റൂളേഴ്സ് ഉപയോഗിച്ചിരുന്ന വെപ്പൺസിൻ്റെയും ആക്സസറീസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പഴയ കാലത്തിൻ്റെ റിമെയിൻസായ പോസ്റ്റ് ബോക്സുകൾ, ടൈപ്പ് റൈറ്ററുകൾ, ടെലഫോണുകൾ, പെട്രോൾ മാക്സുകൾ, റേഡിയോകളുടെയൊക്കെ ഒരു സോഡ കുപ്പികളുടെയൊക്കെ ഒരു നല്ല കളക്ഷൻ ഇവിടെയുണ്ട്. ഖത്തറിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വില ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ അവരുടെ എക്കണോമി ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കുറേ വാൽവുകളുടെ ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന കറൻസിയാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. മുകളിൽ കാണുന്നത് താഴോട്ട് വന്നാൽ 1 റിയാൽ, 5 റിയാൽ, 10 റിയാൽ, 50 റിയാൽ, 100 റിയാൽ, 500 റിയാൽ. These all denominations of currencies are being used now these days in Qatar. Digital evidence of
ട്രാൻസ്ഫോർമേഷൻസ് ഹാപ്പൻ ടു ഖത്തർ ഇൻ ദ പാസ്റ്റ് ഇയേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് എ വെരി ഗുഡ് ഇല്ലസ്ട്രേഷൻ. ഈ ഹെമിസ്ഫിയറിക്കൽ ഷേപ്പിൽ കാണുന്നതാണ് നമ്മുടെ കോർണിഷ്. 50s തൊട്ട് 60s തൊട്ട് 70s തൊട്ട് വാട്ട് ഓൾ ഹാപ്പൻഡ് ഇൻ ഖത്തർ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഖത്തറിൻ്റെ സ്പോർട്സ് മൈൽ സ്റ്റോണായ 2006 ഏഷ്യൻ ഗെയിംസിൻ്റെ ടോർച്ച് ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണുവാൻ സാധിക്കും. 2022 വേൾഡ് കപ്പ് ഹോസ്റ്റ് കൺട്രി ഗോസ് ടു ഖത്തർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഫിഫയുടെ പ്രസിഡൻറ്റ് ഖത്തറിൻ്റെ ഹോസ്റ്റ് കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്ത കാർഡിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വണ്ടർഫുൾ ട്രഷർ ഫോർ ഖത്തർ ആസ് എ കൺട്രി ആയിരിക്കും. ബദ്ധവൈരികളായ ഓസ്ട്രേലിയയും USA-യും ജപ്പാനെയും സൗത്ത് കൊറിയയും പിന്നിലാക്കിക്കൊണ്ടാണ് ഖത്തർ ഈ വേൾഡ് കപ്പിനുള്ള ഹോസ്റ്റ് കൺട്രി ഓണർഷിപ്പ് അല്ലെങ്കിൽ വിജയിച്ചത്. ഖത്തറിൻ്റെ നാഷണൽ ഫ്ലാഗ് യഥാർത്ഥ ഡയമെൻഷനിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൻ്റെ ഡിഫറെൻറ്റ് ലീഡേഴ്സും കിങ്ങും ഒക്കെ നടത്തിയ ധാരാളം ഫേമസ് ഇൻ്റർവ്യൂസിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഈ റൂമിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് പുറത്തേക്കാണ് നാം കടന്നു വരുന്നത്. ഖത്തറിൻ്റെ ആദ്യകാല ഭരണാധികാരികളിൽ ഒരാളായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽ താനിയുടെ പാലസ് ഈ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കുഴപ്പവും പറ്റാതെ ഇപ്പോഴും ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ മോഡേൺ സിറ്റിയുടെ അകത്ത് തന്നെ നന്നായിട്ട് ഇതിനെ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഗേറ്റ്സ് ഉണ്ട്, ഒഫീഷ്യൽ മജ്ലിസ് ഉണ്ട്, സ്കൂളുണ്ട്, റിസപ്ഷൻ റൂംസ് ഉണ്ട്, ഇൻറ്റേർണൽ മജ്ലിസ് ഉണ്ട്, റെസിഡൻസ് ഓഫ് ഇവിടുത്തെ രാജാക്കന്മാരുടെ റെസിഡൻസ് ഉണ്ട്, ഗാർഡ്സ് ആൻഡ് സെർവൻസ് റൂമുണ്ട്, റിലീജിയസ് ടീച്ചേഴ്സിൻ്റെ റൂമുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സാണ് ഈ പാലസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റിനും വിസിറ്റേഴ്സിനും സോവിനേഴ്സും ഗിഫ്റ്റുകളും ഒക്കെ മേടിക്കാനായിട്ടുള്ള 2-3 ഗിഫ്റ്റ് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. വളരെ മികച്ച ഇൻറ്റീരിയറോടുകൂടി അത് ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിൻ്റെ വിസിറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഡെസേർട്ട് റോസിൻ്റെ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാണ് ആസ് എ സോവനിയർ. So I'm taking this home. ഏകദേശം 40,000 സ്ക്വയർ മീറ്റർ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു മ്യൂസിയത്തിൽ ഖത്തറിൻ്റെ ട്രഡീഷനും ഹെറിറ്റേജും കൾച്ചറും ടെക്നോളജിയുടെയും എല്ലാം ഒരു പ്രദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വർക്കിംഗ് ഡേയ്സിൽ മോസ്റ്റ് പ്രോബബ്ലി 9 to ഈവനിങ് 7 വർക്കിംഗ് ഡേയ്സിൽ ടൈമിംഗ് ഉള്ള ഈ മ്യൂസിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. ദോസ് ഹു ആർ ഹാവിങ് വാലിഡ് ഖത്തർ ID അല്ലെങ്കിൽ ഖത്തർ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഫീസ് അല്ലെങ്കിൽ എൻട്രി തികച്ചും ഫ്രീ ആണ്. ആൻഡ് ദോസ് ചിൽഡ്രൻസ് ഹാവിങ് ഏജ് ലെസ് ദാൻ 16 years also having free entry to this museum.
വാട്ട് ഡിഫറൻഷിയേറ്റ് ദിസ് മ്യൂസിയം വിത്ത് അതർ മ്യൂസിയംസ് എന്ന് ചോദിച്ചാൽ പുതിയ കാല മ്യൂസിയങ്ങളുടെ എല്ലാവിധ ടെക്നോളജി സെറ്റപ്പും ഈ മ്യൂസിയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിജിറ്റൽ എവിഡൻസുകൾ, ഡിജിറ്റൽ സൗണ്ട്സ് ആൻഡ് ടെക്നോളജീസ് ഈസ് ഡിസ്പ്ലേഡ് എവ്രിവെയർ ഇൻ ദ മ്യൂസിയം എന്ന് പറയാം. ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ ചുറ്റി നടന്ന് കാണുവാനുള്ള എല്ലാ നല്ല പ്രദർശന വസ്തുക്കളും ഖത്തറിലെ ഈ മ്യൂസിയത്തിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2019 ടൈം മാഗസിൻ സെലക്ട് ചെയ്ത 1000 പ്ലേസസ് ടു വിസിറ്റ് ഇൻ ദ ഇയർ 2009 വൺ ഓഫ് ദ പ്ലേസസ് ആണ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ എന്ന് പറഞ്ഞത്. ദിസ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ആൻഡ് യുണീക്ക് ആർക്കിടെക്ചർ വിച്ച് യു കനോട്ട് സ്പോട്ട് എനിവെയർ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാൻ. അത്രമാത്രം യുണീക്കായിട്ടുള്ള ഡിസൈനാണിത്. ദിസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദോഹ കോർണിഷ്. ദോഹ കോർണിഷിൻ്റെ ഒരറ്റത്തായി എയർപോർട്ടിലേക്ക് തിരിയുന്ന സ്ഥലത്താണ്, റാസബൌത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് കരമാർഗം നമുക്ക് എത്തിച്ചേരാം. ഇഫ് യു വാണ്ട് ടു കം ബൈ മെട്രോ, ദോഹ മെട്രോയുടെ ഗോൾഡ് ലൈനിൽ വരുവാണെങ്കിൽ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ആൻഡ് യു ക്യാൻ കം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ആസ് എ ടീം ഓർ ആസ് എ സ്റ്റുഡൻസ്. ദോഹ വിസിറ്റ് ചെയ്യുന്ന ആരും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ദയവായിട്ട് മറക്കരുത്. നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് അവർ ചാനൽ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. Once again, thank you very much for watching today's vlog.